എന്തായാലും നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് 3:30-ക്ക് വേണ്ടി. ആരായിരിക്കും മലയാളത്തിന്റെ 2024-ലെ മികച്ച നടൻ, മികച്ച നടി, ആരാണ് മികച്ച സംവിധായകൻ, ഏതായിരിക്കും മികച്ച ചിത്രം എന്നുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ ഒന്നടങ്കം. എന്തായാലും മികച്ച നടനായി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയും ഒപ്പം യുവതാരം ആസിഫ് അലിയും കടുത്ത പോരാട്ടം നടക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് മനസ്സിലാക്കുന്നത്. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി, അത് മമ്മൂട്ടിയുടെ എക്കാലത്തെയും അഭിനയ ജീവിതത്തിൽ ഏറ്റവും മികച്ച കഥാപാത്രമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നടനം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ നമ്മൾ കണ്ട കഥാപാത്രമായിരുന്നു കൊടുമൺ പോറ്റി. മമ്മൂട്ടി ഇതുവരെ അവതരിപ്പിച്ച മറ്റു കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായ കഥാപാത്രം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ലെവൽ ക്രോസ്, കിഷ്കിന്ദ കാണ്ഡം എന്നീ ചിത്രങ്ങളിൽ സൂക്ഷ്മ വൈകാരിക അഭിനയത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് ആസിഫ് അലി എന്ന യുവതാരം നടത്തിയത്, അഭിനയിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പോൾ കണ്ണുകൾ കൊണ്ടും ശാരീരിക ഭാഷകൾ കൊണ്ടും പ്രേക്ഷകനെ അമ്പരപ്പിച്ച പ്രകടനമായിരുന്നു ആസിഫ് അലി നടത്തിയത്. ആര് മികച്ചത് എന്ന് കണ്ടെത്തുക ഏറെ പ്രയാസമാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതാ ഏറെ പ്രശസ്തമായി കവയിത്രി ശാരദകുട്ടിയുടെ ഒരു അഭിപ്രായം വരുന്നത്. ഇത്തരത്തിൽ മികച്ച നടന്മാരായി നിൽക്കുന്നവരെല്ലാവരും മാറി നിൽക്കണം, അവർ ഒരുപാട് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയതാണ് എന്ന് പറയുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടുന്ന മുതിർന്ന നടന്മാർ അംഗീകാര കൊടുമുടികൾ കീഴടക്കി കഴിഞ്ഞു. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് വരെ മോഹൻലാൽ നേടി. ഇനിയുള്ള പുരസ്കാരങ്ങൾ യുവ അഭിനേതാക്കൾക്ക് ലഭിക്കട്ടെ എന്നാണ് ശാരദകുട്ടി പറയുന്നത്. ഈ ശാരദകുട്ടിയുടെ ഈ വാക്കുകൾക്ക് എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്നാണ് നമുക്ക് പ്രധാനമായും പരിശോധിക്കേണ്ടത്. നമ്മൾ ശാരദകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വളരെ വ്യക്തമായി ഇപ്പോൾ പ്രേക്ഷകർക്ക് അത് കാണാൻ സാധിക്കും എന്താണ് അതിൽ പറയുന്നത് എന്ന്. അത് ശാരദകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ്, ഞാനതൊന്ന് വായിക്കാം. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ നിന്നും സംസ്ഥാന സാഹിത്യ അവാർഡുകളിൽ നിന്നും രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പരമോന്നത ബഹുമതി വരെ ലഭിച്ചവർ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? വർഷാവർഷം നൽകുന്ന സംസ്ഥാന പുരസ്കാരങ്ങൾ അർഹതയുള്ള ചെറുപ്പക്കാർ വാങ്ങട്ടെ. വൻവൃക്ഷങ്ങൾ മുന്നിൽ നിന്ന് മാറിക്കൊടുക്കണം. പത്മശ്രീയും പത്മഭൂഷണും ദാദാ സാഹേബ് ഫാൽക്കെയും ഒക്കെ കിട്ടിയവർ തങ്ങളുടെ പേരിനി പ്രാദേശിക മത്സരങ്ങളിൽ പരിഗണിക്കേണ്ടതില്ലെന്ന് പറയണം. അവർ ആരോട് മത്സരിക്കാനാണിനി? കിട്ടിയതിലും വലിയ തിടമ്പുകൾ ഇനി എന്നതല്ലേ അതിന്റെ ഔചിത്യം? ആദരവേറ്റുവാങ്ങി മടുത്തു എന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞതുപോലെ ആദരിച്ചും മടുത്തു പോവാറുണ്ട് ചിലപ്പോൾ. താരസിംഹാസനങ്ങൾ ഒഴിഞ്ഞുകൊടുക്കാനല്ല പറയുന്നത്, അത് അർഹതയുള്ളവർ പിടിച്ചെടുക്കുക തന്നെ വേണം. പക്ഷേ പ്രോത്സാഹനമെന്ന നിലയിൽ നൽകുന്ന പുരസ്കാരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഇനി അവർക്ക് പുരസ്കാരങ്ങൾ എന്തിനാണ് എന്നൊരു സംശയമുണ്ട്. ഇതാണ് ശാരദകുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്. നമുക്കിത് വിശദമായി ചർച്ച ചെയ്യണം. അതിനു മുൻപ് എല്ലാവരും കാത്തിരിക്കുന്നത് ഏതായിരിക്കും മികച്ച സിനിമ, ആരായിരിക്കും മലയാളത്തിന്റെ മികച്ച നടൻ, ആരാണ് മലയാളത്തിന്റെ മികച്ച നടി എന്നുള്ളതാണ്. അതറിയാൻ ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതി. നമുക്ക് MS ഹരികൃഷ്ണൻ നൽകും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. ഹരി, ആകാംക്ഷയിലാണ്, കാത്തിരിക്കുകയാണ് 3:30-ക്കായി മലയാളത്തിന്റെ 2024-ലെ മികച്ച നടൻ, മികച്ച നടി, മികച്ച സംവിധായകൻ, മികച്ച ചിത്രം, അങ്ങനെയുള്ള നിര കാണാനായി. ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മികച്ച നടനായി മമ്മൂട്ടിയും ഒപ്പം ആസിഫ് അലിയും നിൽക്കുമ്പോൾ മലയാളത്തിന്റെ മികച്ച മുതിർന്ന നടനും മലയാളത്തിന്റെ യുവതാരവും തമ്മിലുള്ള ഒരു വലിയ കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം ഹരി? എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? ഹരി, കേൾക്കാമോ? ഹരി, നമ്മൾ കാത്തിരിക്കുകയാണ് 3:30-ക്കായി. എന്ത് പ്രതീക്ഷിക്കണം? വളരെ കനത്ത മത്സരം തന്നെയാണ്, അത് നിസ്സംശയം പറയാൻ സാധിക്കും. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നിൽക്കുന്നത് മികച്ച നടൻ ആര്, മികച്ച നടി ആര് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് കൊടുമൺ പോറ്റിയെ വെല്ലാൻ ആര്, മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിന്റെ കഥാപാത്രത്തെ വെല്ലാൻ ആര് എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലധികം നിൽക്കുന്നത്. അത് വെല്ലാനായിട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആസിഫ് അലി 3 ചിത്രങ്ങളുമായിട്ട് എത്തുന്നത്. ഒന്ന് രേഖാചിത്രം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആസിഫ് അലിയുടെ ഒരു ചിത്രം. മറ്റൊന്ന് ലെവൽ ക്രോസ് ആണ്. ലെവൽ ക്രോസിൽ ആസിഫിന്റെ അഭിനയ പ്രകടനം കണ്ട് ഏറ്റവും കൂടുതൽ
മറ്റ് സംസ്ഥാനങ്ങളിലുള്ള താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ വാഴ്ത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ട്. മറ്റൊന്ന് കിഷ്കിന്ദ കാണ്ഡം. ഈ 3 സിനിമകളുമായിട്ടാണ് ആസിഫ് അലി മമ്മൂക്കയുടെ ഭ്രമയുഗത്തെ വെല്ലാനായിട്ട് എത്തുന്നത്. മികച്ച നടൻ എന്ന കാറ്റഗറിയിൽ ഇനിയുമുണ്ട് താരങ്ങൾ. ടൊവിനോ തോമസ്, വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. വിജയരാഘവനെ ഇനി മികച്ച സഹനടനാക്കി മാറ്റുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പ്രത്യേകിച്ച് ദേശീയ അവാർഡിന് പുരസ്കാര സമയത്ത് പൂക്കാലം എന്ന സിനിമയിലൂടെ മികച്ച സഹനടനായിട്ട് വിജയരാഘവനെ കൊണ്ടുവന്നപ്പോൾ ഉർവശി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മികച്ച നടനെയും മികച്ച സഹനടനെയും വേർതിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. ആ ഒരു ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിലും കൂടെ നിൽക്കുമ്പോഴാണ് വിജയരാഘവൻ പ്രത്യേകിച്ച് സഹനടനെ അന്നത്തെ ആ ഒരു ചൂട്, പ്രത്യേകിച്ച് ആ ഒരു വിവാദമൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് മറ്റൊരു സിനിമയാണ്. വിഷ്കിഷ്കിലൂടെയാണ് മത്സരരംഗത്തെത്തുന്നത്. ടൊവിനോ 3 വേഷങ്ങളിലുമായിട്ട് എത്തി വിസ്മരിപ്പിച്ച മലയക്കോട്ടെ വാലിബനിലൂടെ മോഹൻലാലും ഒക്കെ തന്നെ മികച്ച നടന്റെ ആ ഒരു പട്ടികയിൽ എത്താൻ വേണ്ടി എത്തുന്നുണ്ട്. ഇനി ശരി, ഹരിയിലോട്ട് വരാം. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റി മമ്മൂട്ടിക്ക് വീണ്ടും ഒരു സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുക്കുമോ എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ആരാധകർ. അത് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതുവരെ മലയാളത്തിന്റെ മഹാനടൻ ചെയ്തു വെച്ചതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായത്, ഒന്നിനൊന്ന് എല്ലാ സിനിമകളും മെച്ചമാണ്. പക്ഷെ അപ്പോൾ പോലും ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി ഒരു പുതിയ മമ്മൂട്ടി എന്ന നടനെ നമ്മൾ കണ്ടത് ബ്രഹ്മയുഗം എന്ന സിനിമയിലൂടെയാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് ആ സിനിമയിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം നേടിക്കൊടുക്കുമോ എന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. അതേപോലെ തന്നെ ലെവൽ ക്രോസ് എന്ന സിനിമ, കിഷ്കിന്ദ കാണ്ഡം എന്നീ ചിത്രങ്ങളിൽ മികച്ച പ്രകടനത്തിന് ആസിഫ് അലിയും മാറ്റുരയ്ക്കുകയാണ്. കിഷ്കിന്ദ കാണ്ഡത്തിലെ വിമുക്ത ഭടൻ അപ്പുപിള്ളയെ അവതരിപ്പിച്ച വിജയരാഘവനും ആവേശത്തിലെ രംഗണ്ണനായി വന്ന ഫഹദ് ഫാസിൽ, ARM എന്ന ചിത്രത്തിൽ 3 കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ടൊവിനോ തോമസ് ഒക്കെ നമുക്ക് മുൻപിലുണ്ട്. ഇപ്പോൾ ഞാൻ വിനു കിരിയത്തിലേക്ക് പോവുകയാണ്. ശ്രീ വിനു കിരിയത്ത്, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ആരായിരിക്കും മലയാളത്തിന്റെ 2024 മികച്ച നടനെന്നുള്ള ചോദ്യത്തിന്. ഏറ്റവും പ്രധാനമായി മലയാളത്തിന്റെ മുതിർന്ന നടനും മലയാളത്തിന്റെ യുവതാരവും ഒപ്പത്തിനൊപ്പം മാറ്റുരയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച്. താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവാർഡ് കൊടുക്കും ഏറ്റവും നല്ല സിനിമയ്ക്ക്. എപ്പോഴും നമ്മുടെ ജൂറീസിന്റെ തീരുമാനം അന്തിമമാണ്. അതിനകത്ത് എപ്പോഴും കോൺട്രവേഴ്സി ഉണ്ടാവും. പക്ഷെ അങ്ങനെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. ആ ജഡ്ജസ് അവരുടെ ഡിസിഷനാണ് ഫൈനൽ. ആ ഒരു കണ്ടീഷനിലായിരിക്കും എല്ലാ ജഡ്ജ്മെന്റും നടക്കുന്നത്. ഓരോരുത്തരുടെയും വ്യൂ പോയിന്റിലായിരിക്കുമല്ലോ അവർക്ക് ഈ പടം കൊള്ളാം. ചിലപ്പോൾ വേറെ ജഡ്ജ് ആണെങ്കിൽ അതായിരിക്കില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ അംഗീകരിക്കുക, അവാർഡുകളെ. അതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് മലയാളത്തിൽ ദൈവം സഹായിച്ച ഒരുപാട് സമ്പന്നരായ നടന്മാരുണ്ട്. എല്ലാവരും അഭിനയ സമ്പന്നര തന്നെയാണ്, ആരും മോശക്കാരൊന്നും അല്ലല്ലോ. അപ്പം മാറ്റുരയ്ക്കുക എന്നാണ് നിങ്ങൾ ഉപയോഗിച്ചത്. അത് വാക്ക് കറക്റ്റാണ്, മാറ്റുരയ്ക്കുകയാണ്. ആ മാറ്റുരയ്ക്കുമ്പോൾ ഏറ്റവും തിളക്കമുള്ളവർ വരട്ടെ. ശ്രീ വിനു കിരിയത്ത്, ഇപ്പോൾ ഇന്നെന്തായാലും 3:30 ആ പ്രഖ്യാപനം നടക്കും. അതേ സമയത്ത് തന്നെ ഇന്നലെ ശാരദ കുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മലയാളത്തിന്റെ മികച്ച നടന്മാർ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പുരസ്കാരങ്ങളുടെ കൊടുമുടി നേടിക്കഴിഞ്ഞു. നമുക്കറിയാം, ശ്രീ മോഹൻലാൽ കഴിഞ്ഞ തവണയാണ്, ഈ അടുത്ത ദിവസങ്ങളിലാണ് ദാദാസാഹിബ് പുരസ്കാരം നേടിയത്. അപ്പോൾ അഭിനയത്തിന്റെ പുരസ്കാരങ്ങളുടെ കൊടുമുടികൾ നേടിക്കഴിഞ്ഞു. ഇനി അവർ ഒന്ന് മാറി നിൽക്കട്ടെ, അല്ലെങ്കിൽ അവർ സ്വയം മാറി നിൽക്കണം, യുവതാരങ്ങൾക്ക് പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ എന്നാണ് ശാരദക്കുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. താങ്കൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അത്തരത്തിലൊരു മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? മത്സരമാകുമ്പോൾ മത്സരിച്ച് വിജയിക്കുകയാണോ വേണ്ടത്? 2024 ഇറങ്ങിയ ചിത്രങ്ങൾക്കുള്ള അവാർഡ് എന്ന് പറയുമ്പോൾ 2024 മമ്മൂക്കയുടെയും മോഹൻലാലിന്റെ ഒക്കെ പടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതും കൂടെ ഈ മത്സരത്തിൽ വരും. അതിലെന്താ ഇത്ര സംശയം? വന്നേ പറ്റുള്ളൂ. അവരായിട്ട് പ്രഖ്യാപിക്കണം, ഞങ്ങൾക്കിനി ഇത്തരം അവാർഡുകൾ വേണ്ട എന്ന് പ്രഖ്യാപിക്കണം. പണ്ട് എനിക്കൊന്ന് ദാസേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള പോലെ തോന്നുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചതിന് ശേഷം വേണേ, അല്ലാതെ ശാരദക്കുട്ടി പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ ഒക്കില്ല. കാരണം എന്താ, അവര് പറയാത്തടത്തോളം അവർക്ക് കൊടുക്കാതിരുന്നാൽ അയ്യോ അവരുടെയൊക്കെ അഭിനയം പോയി എന്നല്ലേ ജനങ്ങൾ വിലയിരുത്തുള്ളൂ. അവര് നല്ല നടന്മാര് തന്നെയാണ്, അവര് നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണം, ഇല്ലാതെ കൊടുക്കണമെന്നോട് ഞാനും യോജിക്കുന്നില്ല. അവർക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കണം, അതല്ല വേറൊരാൾക്കാണെങ്കിൽ വേറെ. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അവരായി മാറി നിൽക്കുന്നത് വരെ അവർക്ക് വേണ്ടാന്ന് പറയാൻ ചിലപ്പോ ഞങ്ങൾ ഇനി അടുത്ത ആൾക്കാർക്ക് കൊടുത്തോളൂ. പക്ഷെ ആരും ചെയ്യില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. ആ വർഷത്തെ ഏറ്റവും നല്ല അഭിനയം എന്റെ ആണെങ്കിൽ പിന്നെ എന്തിനാ വേറൊരാൾക്ക് കൊടുക്കണമെന്ന് പറയാൻ ആവശ്യമില്ല. അതിനോട് ഒട്ടും